ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു എംബ്രോയ്ഡറി ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു ബേർഡിൻ്റെ എംബ്രോയ്ഡറി ആണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇതുപോലത്തെ ഒരു സിംഗിൾ ഡിസൈൻസ് ഡ്രസ്സിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് വരുന്നത് ഇപ്പോൾ ട്രെൻഡിങ്ങിലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു മോഡലാണ് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. ഈ ബേർഡിനെ വരച്ചപ്പോൾ ഇതിൻ്റെ ബോഡി പാർട്സ്, അതായത് ഫെദേഴ്സ്, അതിൻ്റെ ബോഡി, അതൊക്കെ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഓരോരോ കളറ് കൊടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരുന്നു. പിന്നെ ഒരു പോയിൻ്റ് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ആ ഒരു സെപ്പറേഷൻ ഒന്നും കൂടി അതിൻ്റെ മിഡിലായിട്ട് ഒരു സെപ്പറേഷൻ കൊടുത്തിട്ട് രണ്ട് കളേഴ്സ് വെച്ചിട്ട് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആ തീരുമാനം മാറ്റി ഒറ്റ കളേഴ്സായിട്ട് തന്നെ ഒരു ഭാഗം ഫുൾ ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു പിക്കിൽ അതായത് അവർ ഒരു ചിറകിൽ തന്നെ ഒരു പാർട്ടീഷൻ പോലെ കൊടുത്തിട്ട് 2-3 കളേഴ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യാമെന്നാണ് ആദ്യം ഓർത്തത്. പിന്നെ ഞാനത് ഒറ്റ കളേഴ്സാക്കി. എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി കോളം ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ആ ഒരു പിക്കിൽ അവർ ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെഷീൻ എംബ്രോയ്ഡറി ആയതുകൊണ്ട് എത്രത്തോളം അത് നന്നായിട്ട് വരും എന്ന് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു തീരുമാനം മാറ്റിയാണ് ചെയ്തത്. പിന്നെ എക്സാക്റ്റ് അതേപോലെയല്ല, എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താണ് ഞാൻ ഇത് ചെയ്തു തീർത്തത്. ഈ ഒരു പിങ്കും യെല്ലോയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അകത്തൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറമേ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നെക്സ്റ്റ്. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. ഈ ഒരു മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ്, പ്യുവർ അങ്ങനെ കോട്ടൺ അല്ല, ഇത് ഷിമ്മറി കോട്ടൺ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ്, ലൈനിങ് ഒന്നും വേണ്ട. പിന്നെ ഇതിന് മീറ്ററിന് 158 രൂപയാണ് ആയത് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 മീറ്ററാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മുട്ടിന് മുകളിലായിട്ട് വന്നിട്ട് താഴത്തേക്ക് ഒരു 9 ഇഞ്ചിൽ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്ന പോലെയാണ്. അത് എ ലൈൻ പോലെ വന്നിട്ട് താഴത്തേക്ക് ഫ്രിൽസ് ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു മോഡലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെയൊക്കെ ഒരു ഡിസൈൻ നമ്മൾ ഡ്രസ്സിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നെ ഏതൊരു പ്രത്യേകിച്ചൊരു നെക്ക് ഡിസൈനോ സ്ലീവ് പാറ്റേണോ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് യുണീക്കായിട്ട് തന്നെ ഇരിക്കുമല്ലോ. ആ ഒരു മൈൻഡ് സെറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കിളിയുടെ പാറ്റേൺ, അതായത് എംബ്രോയ്ഡറി നമ്മുടെ ചെസ്റ്റിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു 15 ഇഞ്ചിൽ നമ്മുടെ യോക്ക് വരുമല്ലോ, ആ യോക്കിൻ്റെ ഏകദേശം ഒരു മിഡിലായിട്ട് വരുന്നത് പോലെ ഈ കിളി ചെരിഞ്ഞ് നിൽക്കുന്ന പോലെയാണ് വരച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഏകദേശം നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെയായിട്ട് മിഡിലായിട്ട് വരുന്നത് പോലെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ വരിക. ഞാൻ സ്റ്റിച്ച് ചെയ്തുള്ള വീഡിയോ ഇട്ടിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ പിന്നെ ഒരു കാര്യം ഇപ്പോൾ സംഭവിച്ചായിരുന്നു കേട്ടോ. എൻ്റെ സൂചി ഒടിഞ്ഞു പോയായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് ആ സൂചി ഒടിഞ്ഞതിൻ്റെ ഒരു വെപ്രാളത്തിന് ഞാൻ വീഡിയോ, അതായത് ക്യാമറ ഓഫാക്കി എന്നിട്ട് നീഡിലൊക്കെ ചേഞ്ച് ചെയ്തേ. പിന്നെയാണ് ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഓർത്തത്, നീഡിൽ ഒടിഞ്ഞതൊക്കെ ഒടിഞ്ഞതും ഞാൻ നീഡിൽ ചേഞ്ച് ചെയ്യുന്നതും കൂടി വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് എങ്ങനെയാണെന്നൊക്കെ. ഞാനത് അത്രയും ഓർത്തില്ല. ഇനി അടുത്ത പ്രാവശ്യം അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാം കേട്ടോ. ഇതിൻ്റെ നീഡിൽ ചേഞ്ച് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നുള്ള വീഡിയോ എടുക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഓറഞ്ച് എടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് മിസ്റ്റേക്ക് പറ്റിപ്പോട്ടെ. കാരണം ഇതിന് ഒട്ടും ചേരാത്തൊരു കളർ, വർക്ക് ഫുള്ള് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ചേരാതായിട്ട് എനിക്ക് തോന്നിയതൊരു കളറാണ് ഈ ഓറഞ്ച്. ഇത് എടുക്കേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. വേറെ ഏതെങ്കിലും ഒരു കളർ എടുത്താൽ മതിയായിരുന്നു തോന്നി. കാരണം ഇത് ഒട്ടും ഇതായിട്ട് എനിക്കങ്ങനെ അത്ര ഒരു ചേരാത്ത പോലെ തോന്നി. പിന്നെ ഇത് കളയാനും, മെഷീൻ എംബ്രോയ്ഡറി ആയത് കാരണം ഇത് കളയാനും പറ്റില്ലല്ലോ. കളയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി ആകുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അത് അഴിച്ച് കളയാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് കളയാൻ പറ്റും, എങ്ങനെയോ ബ്ലേഡ് വെച്ചിട്ട് എന്തോ ചുരണ്ടിയിട്ട് എന്തോ കളയാൻ പറ്റും. പക്ഷേ എനിക്കത് അറിയില്ല. എനിക്ക് ഫാബ്രിക് നാശമായി പോയാലോ എന്നൊരു പേടിയുണ്ടായിരുന്നു. കാരണം അതങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചുരണ്ടി കളയുമ്പോഴൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്യാൻ പോയില്ല. പിന്നെ ചെയ്തു പോയത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഓർത്ത്. ബാക്കി എല്ലാ കളേഴ്സും ഓക്കെ ആയിരുന്നു. എനിക്ക് ഓറഞ്ച് ഒരു എടുത്ത് കാണിക്കുന്ന പോലെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഓവറോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെയാണ്. ഓറഞ്ച് കാണുമ്പോഴത്തേക്കും എനിക്കൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ കണ്ടിട്ട്, ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണേ. അങ്ങനെ നമ്മുടെ കിളിയുടെ എംബ്രോയ്ഡറി ഇവിടെ ഫിനിഷ് ആവാറായി. ഞാൻ താഴത്തേക്ക് വരുന്ന ആ ഒരു ഭാഗം ക്രോസ് ആയിട്ടാണ് ഫില്ല് ചെയ്തത്. പിന്നെ നമ്മുടെ കിളിയുടെ കണ്ണും ബീക്കും കൂടി ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ എംബ്രോയ്ഡറി ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്.
ഞാൻ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിലൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്, ഒത്തിരി കൂടി ഫിനിഷിങ് കിട്ടാൻ വേണ്ടി. അല്ലെങ്കിൽ തുണി ഇങ്ങനെ വലിഞ്ഞ് പോകുന്ന പോലെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേപ്പർ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. എൻ്റെ നൂലൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് കട്ട് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് വലിഞ്ഞ് തുണി, അതായത് എംബ്രോയ്ഡറി ഒക്കെ ചെയ്തത് വലിഞ്ഞ് ഇതായി പോകും. അതുകൊണ്ട് ആ ഒരു വലിഞ്ഞിരിക്കുന്ന നൂലൊക്കെ കട്ട് ചെയ്ത് കളയുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ എംബ്രോയ്ഡറി വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നുള്ള വീഡിയോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്കൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എംബ്രോയ്ഡറിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.